ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ഗ്രേവിയുള്ള ഒരു ബീഫ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, പെരുംജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ ചുവന്നുള്ളി കൂടി കുറച്ച് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക് ഇത് മൂന്നും കൂടി അരച്ച് ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് എല്ലാം കൂടെ നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5-8 മിനിറ്റോളം നമുക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർക്കാം. ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ കുറച്ച് എരിവെള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മീറ്റ് മസാല ഒരു 2-3 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു 5-8 മിനിറ്റോളം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി മിക്സ് ആകുന്ന രീതിയിൽ ബീഫും ഈ മസാല കൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു പ്രഷർ കുക്കറിൽ 15-20 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് പകർന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഒരു ചാറെല്ലാം വറ്റി വരുന്ന രീതിയിൽ ഒരു കുറുകിയ പാവമാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുന്ന ബീഫ് കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.